അരുൺ, ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ചൊരു കാര്യം ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായിട്ടുള്ള ഒരു ചർച്ചകളൊക്കെ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ, അപ്പോൾ ആ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഈ ഡൽഹിയിൽ ഈ സമരം സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ LDF തീരുമാനിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൈ കൊടുക്കാതിരിക്കണം വയ്യ. കൈ കൊടുത്താൽ അത് വിമർശന വിധേയമാകുമോ എന്നുള്ള ആശങ്ക. ഒരുപാട് ആശയക്കുഴപ്പത്തിലാണ് UDFന്റെ യോഗം ഇന്ന് നടക്കുന്നത്. ഈ ജന്തർ മന്ദറിൽ ഇത്തരൊരു സമരം നടത്തുമ്പോൾ അത് ദേശീയ ശ്രദ്ധയിലേക്ക് ഈ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രകടനമായി അതൊരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യമാണോ LDFന് മുന്നിലുള്ളത്? എൽദോ അത് തന്നെയാണ്. അതിനു മുമ്പ് എൽദോ ആദ്യം ചോദിച്ച കാര്യത്തിലേക്ക് അത് തന്നെയാണ്. നേരത്തെ എൽദോ ചോദിച്ചതുപോലെ തള്ളാനും കൊള്ളാനും വയ്യാത്തൊരവസ്ഥയിൽ സംസ്ഥാനത്ത് UDF നേതൃത്വം എത്തും. സർക്കാരുമായി സഹകരിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് പോരാടാൻ, സംസ്ഥാന സർക്കാരിനൊപ്പം പോരാടാൻ UDF തയ്യാറല്ല എന്നൊരു പ്രചരണം സ്വാഭാവികം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകും. അതുതന്നെയാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യവും. അത് പ്രതിപക്ഷത്തെ ആ രീതിയിൽ കുഴപ്പമാക്കും. നമ്മൾ ഈ കേന്ദ്രവിരുദ്ധ സമരം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സമരം 20-ാം തീയതി സംസ്ഥാനം നടക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ വലിയ സമരങ്ങൾ നേരത്തെയും നടത്തി പരിചയമുള്ള പാരമ്പര്യമുള്ള DYFI കേന്ദ്രത്തിന്റെ വലിയൊരു സമരത്തിലേക്ക്, മനുഷ്യച്ചങ്ങലിലേക്ക് പോവുകയാണ്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് നമ്മോടൊപ്പം ചേരുന്നു. സനോജ്, വലിയൊരു സമരത്തിലേക്ക് DYFI പോവുകയാണ്. അതിന്റെ കാര്യം എന്താണ്, അതിന്റെ കാരണമെന്നത് ആദ്യം? തീർച്ചയായിട്ടും DYFIയുടെ നേതൃത്വത്തിൽ കേന്ദ്രവിരുദ്ധ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. അതിന്റെ ഭാഗമായി ജനുവരി 20-ാം തീയതി ഒരു മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുകയാണ്. ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് ആധാരമായ മുദ്രാവാക്യം സംബന്ധിച്ച് കഴിഞ്ഞ 2 മാസമായി തുടർച്ചയായി ഞങ്ങൾ ഈ സംസ്ഥാനത്തുടനീളം വിവിധങ്ങളായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ച് ആളുകൾക്കിടയിൽ അതിൻ്റെ ആശയങ്ങൾ എത്തിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം റെയിൽവേ യാത്രക്കാരുള്ള ഈ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അവഗണനയാണ്. യഥാർത്ഥത്തിൽ ദക്ഷിണ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ ലാഭം അങ്ങോട്ട് കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ മുന്നിലാണ് കേരളമുള്ളത്. പക്ഷേ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർ അർഹിക്കുന്ന യാത്രാ സൗകര്യം റെയിൽവേ യാത്രക്കാർ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഇവിടെ ഇപ്പോൾ ഏറ്റവും പഴയ ബോഗികളാണ് കേരളത്തിൽ ഓടുന്ന ട്രെയിനുകളിൽ അവർ സ്ഥാപിക്കുന്നത്. ഉത്തരേന്ത്യയിലേക്ക് ഓടി അവിടെ ഉപേക്ഷിച്ച പല ബോഗികളും ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അങ്ങേയറ്റം വൃത്തിഹീനമായ നിലയിലാണ് അതിൻ്റെ ടോയ്ലറ്റും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളത്. സുരക്ഷാ സംവിധാനം തീരെയില്ല. ഇപ്പോൾ വന്ദേ ഭാരത് അനുവദിച്ച് കേരളത്തിലെ യാത്രാ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കും എന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ വന്ദേ ഭാരത് വന്നതോടുകൂടി കേരളത്തിലെ യാത്രാ പ്രശ്നങ്ങൾ കൂടുകയാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ സാധാരണക്കാരൻ ആശ്രയിക്കുന്ന സാധാരണ ട്രെയിനുകൾ അതെല്ലാം ഇപ്പോൾ മണിക്കൂറുകൾ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരന് ജോലിക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല. സാധാരണക്കാരന് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും ഈ ട്രെയിൻ ഉപയോഗിച്ച് പങ്കെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. മറ്റൊന്ന്, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ വഴിയാണ് ബുക്കിംഗ് നടക്കുന്നത്. ബുക്ക് ചെയ്ത് ടിക്കറ്റ് കൺഫേം ആവാതെ യാത്ര ചെയ്യാൻ കഴിയാതെ നില വന്നാൽ ആ ബുക്ക് ചെയ്ത പണം മുഴുവൻ ഉപഭോക്താവിന് കിട്ടണ്ടേ? ആ ബുക്ക് ചെയ്ത പണം കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അതിന് നിശ്ചിത ശതമാനം പിടിക്കുകയാണ്. അപ്പം അതും വലിയ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാത്ര ചെയ്യാതെ തന്നെ റെയിൽവേ ടിക്കറ്റ് റിസർവ് ചെയ്തു പോയി എന്ന കാരണത്താൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടില്ല. കൺഫേം ആണെങ്കിൽ നമുക്ക് പറയാം, കൺഫേം ആയ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ റെയിൽവേക്ക് നഷ്ടമുണ്ടെന്ന് പറയാം. വെയിറ്റിംഗ് ലിസ്റ്റായ ഒരാളുടെ കാശാണ് ഇവർ കൊള്ളയടിക്കുന്നത്. മറ്റൊന്ന്, സാധാരണ നമ്മുടെ നാട്ടിൽ മുതിർന്ന പൗരന്മാർക്ക് യാത്രാ ഇളവുണ്ട്. റെയിൽവേ യാത്രാ ഇളവ് നിർത്തിക്കളഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 5000 കോടിയാണ് റെയിൽവേ കൊള്ളയടിച്ചത്. യുവാക്കൾക്ക് വേണ്ടി മാത്രമല്ല ഈ സമരം. അല്ലല്ല, ഇത് ജീവൽ പ്രധാനമായ മുദ്രാവാക്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം യുവാക്കളെ ബാധിക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ തൊഴിലില്ലായ്മ, അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ പാർലമെന്റിൽ പറഞ്ഞ മറുപടി മാത്രം നോക്കിയാൽ മതി. എത്ര ലക്ഷം ഒഴിവാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ രാജ്യസഭാ അംഗമായിട്ടുള്ള V ശിവദാസൻ ഒരു തവണ ചോദിച്ച ചോദ്യത്തിന് 9,75,000-ത്തിലധികം കൂടുതൽ ഒഴിവ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ സഹമന്ത്രി തന്നെ മറുപടി കൊടുത്തത്. അപ്പോൾ അത്രയും ഒഴിവ് 2 വർഷം കൂടി ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നാൽ പിന്നെ ആ തസ്തിക ഇല്ലാതാവും എന്നാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ തസ്തിക ഇല്ലാതാക്കുന്നത്? അപ്പോൾ പല കാര്യങ്ങളും സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര റെയിൽവേ സംവിധാനം പൂർണ്ണമായും സ്വകാര്യവൽക്കരണ അജണ്ടയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സ്വകാര്യവൽക്കരണ അജണ്ടയിലേക്ക് പോയ ചില സ്ഥാപനങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. സ്വകാര്യവൽക്കരണ അജണ്ടയിലേക്ക് പോയ സ്ഥാപനങ്ങൾ, ഇപ്പം തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം, ഇനി അവിടെ മെറിറ്റ് ഇല്ല, സാമൂഹ്യനീതി ഇല്ല, അവിടെ പൊതുപരീക്ഷ ഉണ്ടാവില്ല, അവിടെ അദാനിക്ക് ഇഷ്ടപ്പെട്ട ആളെ തീരുമാനിക്കും. ഇപ്പൊ LIC സ്വകാര്യവൽക്കരണത്തിലേക്ക് പോവുകയാണ്. റെയിൽവേയിലേക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് നിയമനമേ നടക്കുന്നില്ല. നിങ്ങൾക്ക് ചോദിച്ചറിയാൻ വേണ്ടി കഴിയും. പൊതുമേഖലാ ബാങ്കുകൾ, നിങ്ങളിപ്പോൾ പൊതുമേഖലാ ബാങ്കുകളിൽ പോയിട്ട്
നിങ്ങൾ അവിടെയുള്ള ജീവനക്കാരുടെ ഒരു ബൈറ്റ് എടുത്താൽ അവർ പറയും എത്ര മണിവരെ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യണമെന്ന്. സാധാരണ 10 മണി മുതൽ 5 മണി വരെ, അല്ലെങ്കിൽ 10 മണി മുതൽ 6 മണി വരെ അല്ല, അവിടെ രാത്രി 10 മണി വരെ ജോലി ചെയ്താലും അവർക്ക് അവരുടെ തൊഴിൽ തീർക്കാൻ വേണ്ടി കഴിയുന്നില്ല. അത്രമാത്രം ജീവനക്കാരുടെ ഷോർട്ടേജ് അവിടെ ഉണ്ടാകുന്നു. കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഈ ബാങ്കിങ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പുതിയ നിയമനം നടക്കുന്നില്ല. ഇപ്പം BSNL സ്വകാര്യവൽക്കരണത്തിലേക്ക് പോയതോടുകൂടി പൂർണ്ണമായും അവിടെ തൊഴിൽ എന്ന സ്വപ്നം യുവാക്കൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. നേരത്തെ 3 ലക്ഷത്തോളം തൊഴിലവസരം അവിടെ ഉണ്ടായിരുന്നു, ജീവനക്കാരുണ്ടായിരുന്നു. 2017 ശേഷം BSNLിലേക്ക് ഒരാളെ നിയമിച്ചിട്ടില്ല. പക്ഷെ ഇതൊന്നും ഇവിടെ ഗൗരവമായി ചർച്ച ചെയ്യാൻ ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളോ ഇതൊരു സമൂഹത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന തലത്തിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേരളത്തോടുള്ള അവഗണനയാണ്. കേരളത്തെ ഒരു ശത്രു രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ പിന്തുണക്കുന്ന ഒരു ജനതയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ മൊത്തം വിവിധ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ അവരുടെ ആനുകൂല്യമാണ് റദ്ദാക്കപ്പെടുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഇവിടെ ഗൗരവമായി ചർച്ച ചെയ്യുന്നില്ല. നേരെ മറിച്ച് കേന്ദ്രത്തിന്റെ ഫണ്ട്, അതിന്റെ വിഹിതം, അതിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചത്, ഇങ്ങനെ ഒരു സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് 2 മാസം പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ പെൻഷൻ കിട്ടാത്ത ആളെ ശരി, ഡിവൈഎഫ്ഐയും ഒരു മനുഷ്യശങ്കല രൂപത്തിലുള്ള പ്രത്യക്ഷ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. വി വി ആറിനാണ് സനോജിനൊപ്പം ചേർന്നത്.